ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 4 ബ്ലോക്കുകൾ ആണുള്ളത്. ഓരോ ബ്ലോക്കിലും 2 വീതം യൂണിറ്റുകളും പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര്, ബ്ലോക്കിൻ്റെ പേര് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം. അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരെ എന്തിലേക്ക് പോവാണ്, യൂണിറ്റിലേക്ക് പോവാണ്. ആദ്യം തന്നെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ടൂറിസമാണ്. ടൂറിസത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം. വിനോദസഞ്ചാരം സാമ്പത്തികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ കാര്യമായ സ്വാധീനമുള്ള ചലനാത്മകവും ബഹുമുഖവുമായ വ്യവസായമാണ്. അപ്പം നമ്മൾ വിനോദസഞ്ചാരത്തിലെ ടൂറിസം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായൊക്കെ സ്വാധീനമുള്ള ചലനാത്മകവും ബഹുമുഖവുമായ ഒരു വ്യവസായമാണ് ടൂറിസം എന്ന് പറയുന്നത്. ഇതിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളും ഉൾപ്പെടുന്നു. ഇതിലെന്തുണ്ട്? നിരവധിയായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ഈ ടൂറിസത്തിൽ. അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനങ്ങൾ, നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്ഥലമായിരിക്കില്ല ഈ ടൂറിസം എന്ന് പറയുമ്പോൾ, അതിലൊരു ലക്ഷ്യസ്ഥാനവും ഉൾപ്പെടുന്നു. അവ ഓരോന്നും സഞ്ചാരികൾക്ക് സവിശേഷമായ അനുഭവം നൽകുന്നു. വ്യവസായത്തിലെ സുസ്ഥിരവും സമഗ്രവുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വിവിധ തരത്തിലുള്ള വിനോദസഞ്ചാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നിർണായകമാണ്. വ്യക്തിപരമോ തൊഴിൽപരമോ ആയ കാരണങ്ങളാൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ മാറുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു പ്രതിഭാസമാണ് ടൂറിസം. അപ്പോൾ എന്താണ് ടൂറിസം എന്നതിനുള്ള ഒരു ഡെഫിനിഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വ്യക്തിപരമോ തൊഴിൽപരമോ ആയ കാരണങ്ങളാൽ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കോ വിദേശ സ്ഥലങ്ങളിലേക്കോ മാറുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു പ്രതിഭാസമാണ് ടൂറിസം. വാണിജ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ വിനോദത്തിനും വിശ്രമത്തിനും ഉല്ലാസത്തിനുമായി വീട്ടിൽ നിന്ന് മാറി സമയം ചിലവഴിക്കുന്ന പ്രവർത്തനമാണ് ടൂറിസം. 17-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് ഉത്ഭവിച്ച അപ്പോൾ ഈ ടൂറിസം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? 17-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പര്യവേക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും തീർത്ഥാടനം പോലുള്ള മറ്റു പ്രവർത്തനങ്ങളുമായി വിനോദസഞ്ചാരം ഓവർലാപ്പ് ചെയ്യുന്നു. ഇത് ബിസിനസ് ടൂറിസം, സ്പോർട്സ് ടൂറിസം, മെഡിക്കൽ ടൂറിസം തുടങ്ങിയ പൊതുവിഭാഗങ്ങളായി മാറുന്നു. ഈ വിഭാഗങ്ങൾ ആഹ്ലാദിക്കാനും സുരക്ഷിതരായിരിക്കാനും സാഹസികത അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന യാത്രക്കാർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ടൂറിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആർട്ടിക് മുതൽ അന്റാർട്ടിക്ക വരെയുള്ള പ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക പ്രവർത്തനമായി അന്താരാഷ്ട്ര ടൂറിസം മാറി. സഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങളും സേവനങ്ങൾ, കാഴ്ചകൾ, ഊന്നൽ എന്നിവയോടെയുള്ള സംഘടിത യാത്രയെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന ഗ്രീസിലും റോമിലും പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളും അനുഭവങ്ങളും കണ്ടെത്താനാകും. ചരിത്രപരമായ സ്ഥലങ്ങളും ആധുനിക ബീച്ച് റിസോർട്ടുകൾ പോലും ആളുകൾ സന്ദർശിക്കുന്ന പൈതൃക ടൂറിസം എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്നതിൻ്റെ അടിത്തറയായി ഈ യാത്രയുടെ ആദ്യകാല രൂപത്തെ കണക്കാക്കാം. പൗരസ്ത്യ നാഗരികതകളിൽ നിന്ന് ഉത്ഭവിച്ച തീർത്ഥാടനത്തിന് മതപരമായ ലക്ഷ്യങ്ങൾ, സ്ഥാപിതമായ വഴികൾ, വാണിജ്യ ആതിഥ്യം, ജിജ്ഞാസ എന്നിവയുടെ നീണ്ട ചരിത്രമുണ്ട്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ബുദ്ധമത കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച് വിനോദസഞ്ചാര പ്രവർത്തനങ്ങളായി പരിണമിച്ചു. വിവാദപരമായ പദവി ഉണ്ടായിരുന്നിട്ടും ഹജ്ജ് ഒരു ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. വ്യാവസായിക
വ്യാവസായികാനന്തര പടിഞ്ഞാറ് ഭാഗത്താണ് ആധുനിക ടൂറിസം ഉത്ഭവിച്ചത്. 16-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഗണ്യമായി വികസിച്ചു. ക്ലാസിക്കൽ റോമൻ ടൂറിസം ഉൾപ്പെടുന്ന ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിലെ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പ്രഭുക്കന്മാരുടെ മഹത്തായ പര്യടനം 18-ാം നൂറ്റാണ്ടിൽ അതിവേഗം വളർന്നു. എന്നിരുന്നാലും വാണിജ്യ, പ്രൊഫഷണൽ, വ്യാവസായിക മധ്യവർഗങ്ങൾ, ഭൂവുടമ, രാഷ്ട്രീയ വിഭാഗങ്ങളിൽ ചേർന്നപ്പോൾ അതിൻ്റെ പ്രത്യേകത വെല്ലുവിളിക്കപ്പെട്ടു. ഗ്രാൻഡ് ടൂർ എന്നത് 17 മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്പിലൂടെ, പ്രത്യേകിച്ച് ഇറ്റലിയിലൂടെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ക്ലാസിക്കൽ കല, സംസ്കാരം, ചരിത്രം എന്നിവയിലേക്ക് അവരെ തുറന്നുകാട്ടാനും സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും സമ്പന്നരായ സവർണ പുരുഷന്മാർ നടത്തിയ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഒരു യാത്രയായിരുന്നു. തുടക്കത്തിൽ പ്രഭുക്കന്മാരും ഭൂവുടമസ്ഥർക്കും വേണ്ടി നീക്കിവെച്ചിരുന്ന ഗ്രാൻഡ് ടൂർ സമ്പത്തും സ്വാധീനവും വർദ്ധിച്ചതോടെ പുതിയ സാമൂഹിക വിഭാഗങ്ങൾ കൂടുതൽ പ്രാപ്യമായി. ഇടത്തരക്കാർ അധികാരവും സ്വാധീനവും നേടിയപ്പോൾ പദവിയും വിദ്യാഭ്യാസവും നേടുന്നതിനായി അവർ ഗ്രാൻഡ് ടൂർ പോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരോഗ്യം, വിനോദം, സംസ്കാരം എന്നിവയ്ക്കായുള്ള യൂറോപ്യൻ യാത്രകൾ മധ്യവർഗങ്ങൾക്കിടയിൽ സാധാരണമായി തീർന്നു. ഗൈഡ് ബുക്കുകൾ, പ്രൈമറുകൾ, കലാ സ്വനീർ വിപണികൾ, ശ്രദ്ധാപൂർവം കാലിബ്രേറ്റ് ചെയ്ത ഗതാഗത താമസ സംവിധാനങ്ങൾ എന്നിവ സാംസ്കാരിക മൂലധനത്തിലേക്കുള്ള വഴി സുഗമമാക്കി. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനെക്കുറിച്ചൊരു ചെറുതായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. അപ്പോൾ അതിലെന്തില്ല, നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട, നമ്മൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. 17-ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിലാണ് ഇതിൻ്റെ ആവിർഭാവം എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്ത ഭാഗമാണ് ചരിത്ര ടൂറിസം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ടൂറിസം എന്നുള്ള ഡെഫിനിഷനും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്താണ് തൊഴിൽപരമായോ വ്യക്തിപരമായോ എന്ത് ചെയ്യുക, ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കോ സ്ഥലത്തേക്കോ മാറുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ടൂറിസം. അപ്പോൾ എന്താണ് ടൂറിസം എന്ന് ചോദിക്കുമ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ചരിത്ര ടൂറിസം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താണ് ടൂറിസം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മളെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ചരിത്ര ടൂറിസമാണ് അല്ലേ. വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിൽ ചരിത്രം വളരെ കാലമായി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭൂതകാലത്തിൻ്റെ നിഗൂഢതകളും അത്ഭുതങ്ങളും പര്യവേഷണം ചെയ്യാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നു. ഇത് കാലാതീതവും പ്രിയപ്പെട്ടതുമായ ആശയമാക്കി മാറ്റുന്നു. ചരിത്രപരമോ പൈതൃകമോ ആയ വിനോദസഞ്ചാരം, കാഴ്ചകൾ, മ്യൂസിയം സന്ദർശനങ്ങൾ, ആധികാരിക പാചകങ്ങളുടെ മാതൃകകൾ, അതായത് പ്രദേശത്തിൻ്റെ പാചക പൈതൃകത്തെ വിലമതിക്കാൻ പ്രാദേശിക പാചക രീതികൾ പര്യവേഷണം ചെയ്യുക എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രവും പൈതൃകവും കണ്ടെത്തുന്നു. സമ്പന്നമായ പൈതൃകവും നന്നായി രൂപകൽപ്പന ചെയ്ത ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറുമുള്ള സ്ഥലങ്ങൾ എല്ലാത്തരം വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. അവയെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഉദാഹരണത്തിന് ബുഡാപെസ്റ്റ് വാസ്തുവിദ്യ മഹത്വവും ചരിത്രപരമായ കുളിമുറികളും അതിൻ്റെ പ്രശസ്തമായ റൂയിൻ പബ്ബുകളുള്ള മനോഹരമായ രാത്രി ജീവിതവും വാഗ്ദാനം ചെയ്യുന്നു. സമ്പന്നമായ പൈതൃകവും വൈവിധ്യമാർന്ന രാത്രി ജീവിതവും കാരണം ഈ ആകർഷണങ്ങൾ ഒരു ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ ബുഡാപെസ്റ്റിൻ്റെ ജനപ്രീതിക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം, അതായത് ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ ചരിത്രം, പൈതൃകം, ഇതൊക്കെ എന്താണ് വിനോദസഞ്ചാരികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അവ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാരങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ചരിത്രം പൈതൃകം ഇതൊക്കെ കണ്ടിട്ടാണ് ചില സ്ഥലങ്ങളിലേക്ക് ആളുകൾ വരിക. അതിനെയാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ചരിത്ര ടൂറിസം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ടൂറിസം രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. സാംസ്കാരിക പൈതൃകം നിരവധി ആകർഷണങ്ങൾ നൽകുന്നു. ഇന്ത്യ നിരവധി ചരിത്ര ഭരണാധികാരികളുടെയും യോദ്ധാക്കളുടെയും നാടാണ്. നമ്മുടെ ഇന്ത്യയിലെ
ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അല്ലേ. നമുക്കറിയാം എന്ത് നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്താണ്, ഒരുപാട് ആളുകൾക്ക് ആകർഷണങ്ങൾ നൽകുന്നു അല്ലേ. നമുക്കറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ചരിത്ര ഭരണാധികാരിയുടെയും യോദ്ധാക്കളുടെയും ഒക്കെ എന്താണ് നാടാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ട്, അവരവരുടെ കഥയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ആഗ്രയിലെ താജ്മഹൽ അല്ലേ, അതുപോലുള്ള ചരിത്ര സ്മാരകങ്ങൾ എന്താണ്, അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണാധികാരികളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അജന്ത, എല്ലോറ, ഖജുരാഹോ ഗുഹകൾ, ഡൽഹി, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവയുടെയൊക്കെ കോട്ടകൾ അല്ലേ. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ മധുര നഗരം എന്നിവയാണ് എന്ത്, നമ്മുടെ ഇന്ത്യയിലുള്ള എന്ത് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ചരിത്രപരമായി ഇവിടെയുള്ള ചരിത്രപരവും പൈതൃകവുമായിട്ടുള്ള എന്താണ് ഓരോ കാര്യങ്ങളാണ് എന്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം, പ്രകൃതി ചുറ്റുപാടുകൾ, വാസ്തുവിദ്യ മാസ്റ്റർ പീസുകൾ, പെയിൻറ്റിങ്ങുകൾ, കലകൾ, കരകൗശല വസ്തുക്കൾ, പൈതൃക സ്ഥലങ്ങൾ, സർഗാത്മകത, വംശീയത, സംഗീതം, നൃത്തം, ആചാരങ്ങൾ, പർവ്വതങ്ങൾ, താഴ്വരകൾ, ബീച്ചുകൾ, നദികൾ എന്നിവ വിനോദസഞ്ചാരികളുടെ സ്വപ്നമാക്കി മാറ്റുന്നു. ആദ്യകാല ഭരണാധികാരികളുടെ കീഴിൽ ഇന്ത്യ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർന്നു. 1945 മുതൽ ബ്രിട്ടീഷ് സർക്കാർ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ബ്രിട്ടീഷ് കണ്ടുപിടുത്തങ്ങളും വികസനങ്ങളും പ്രയോജനപ്പെടുത്തി ടൂറിസം വികസന നയങ്ങൾ നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം സർക്കാർ തിരിച്ചറിയുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്കാരം, പൈതൃകം, നമ്മുടെ പ്രകൃതി, വാസ്തുവിദ്യകൾ, പെയിൻറ്റിങ്, കലകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ടൂറിസത്തിന്. മേളകൾ, ഉത്സവങ്ങൾ, അവയുടെ തുടർച്ചയും മാറ്റവും കാരണം ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ മേള, ഉത്സവം, ഇതൊക്കെ എന്താണ് ജനപ്രിയ വിനോദസഞ്ചാരങ്ങളായി കേന്ദ്രങ്ങളായി മാറിയെന്നാണ് പറയുന്നത്. ലേയിലെ ഹെമിസ് ഉത്സവം, ഗോവയിലെ കാർണിവൽ, പുഷ്കറിലെ കന്നുകാലി മേള, കേരളത്തിലെ ബോട്ട് റേസ് എന്നിങ്ങനെ പുരാതനമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അവർ ആധുനിക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ബോട്ട് റേസ്, അതുപോലെ തന്നെ നമ്മുടെ ലേയിലുള്ള ഹെമിസ് ഉത്സവം, ഗോവയിലെ കാർണിവർ, പുഷ്കറിലെ കന്നുകാലി മേള, ഇതൊക്കെ എന്താണ് നമ്മുടെ പുരാതനമായ ആചാരങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ. ഇതൊക്കെ എന്താണ് നമ്മുടെ ഇപ്പോഴുള്ള ആധുനിക ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആധുനിക പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു. ജ്വല്ലറി ഡിസൈനുകൾ, ശൈലികൾ, തീം ഡിന്നറുകൾ, സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോകൾ എന്നിവയുടെ ചരിത്രത്തിൽ വിനോദസഞ്ചാരികൾ ആകൃഷ്ടരാകുന്നതിനാൽ ഷോപ്പിങ്ങിലും വിനോദത്തിലും ചരിത്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമ്മളെന്താണ് ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക, ഷോപ്പിങ്ങിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതുപോലെ ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം നമ്മുടെ ഷോപ്പിങ്ങിലും വിനോദത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പങ്ക് വഹിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളെ ഫലപ്രദമായി ആകർഷിക്കാൻ ടൂറിസം പ്രൊഫഷണലുകൾക്ക് ആദ്യം ചരിത്രത്തെക്കുറിച്ച് ശക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് എന്തിനാണ് ഈ ഹിസ്റ്റോറിക്കൽ ടൂറിസം നമ്മൾ പഠിക്കുന്നത്, എന്താണ് വിനോദസഞ്ചാരികളെയൊക്കെ ഫലപ്രദമായി ആകർഷിക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, ഈ ടൂറിസം പ്രൊഫഷണലുകൾ, അതായത് നമ്മൾ നല്ല ടൂറിസം പ്രൊഫഷണലുകൾ എന്തായിരിക്കണം, ഈ ഒരു ചരിത്രത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പഠിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ പ്രൊഫഷണലുകൾക്ക് നാട്ടിലേക്ക് വരുന്നതൊക്കെ ഇതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകാൻ പറ്റും. ഇനി ടൂറിസത്തിൻ്റെ വിവിധ തരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, അതായത് ടൈപ്സ് ഓഫ് ടൂറിസം.
താമസത്തിൻ്റെ ദൈർഘ്യം, ഗതാഗത രീതി, യാത്ര ചെയ്ത ദൂരം, യാത്രയുടെ ഉദ്ദേശ്യം, ടൂറിസ്റ്റ് വില എന്നിവ അനുസരിച്ച് ടൂറിസം വ്യത്യാസപ്പെടുന്നു. അപ്പം നമുക്കറിയാം ഈ ടൂറിസം അതെന്താണ് പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ താമസത്തിൻ്റെ ദൈർഘ്യം, അതുപോലെ തന്നെ നമ്മളെ ഗതാഗത രീതി, യാത്ര ചെയ്ത ദൂരം, യാത്രയുടെ ഉദ്ദേശം, ടൂറിസ്റ്റ് വില, അതായത് ടൂർ ചെയ്യാൻ ആവശ്യമായ നമ്മുടെ തുക, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ടൂറിസം വ്യത്യാസപ്പെടുന്നു എന്നാണ് പറയാം. 4 പ്രാഥമിക വിനോദസഞ്ചാരങ്ങളുണ്ട്. അതായത് പ്രധാനമായിട്ടും 4ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. എങ്ങനെ? അന്തർദേശീയവും ആഭ്യന്തരവുമായ ടൂറിസം, ദീർഘദൂര വിനോദ സഞ്ചാരം. എന്തൊക്കെയാണ് 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണത്? ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. അതായത് അന്തർദേശീയ ടൂറിസം, ആഭ്യന്തര ടൂറിസം, പിന്നെ ദീർഘദൂര ടൂറിസം, അതുപോലെ തന്നെ ഹ്രസ്വദൂര ടൂറിസം. ഇങ്ങനെ 4 പ്രാഥമിക വിനോദസഞ്ചാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻ്റർനാഷണൽ ടൂറിസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ അതിർത്തികളിലൂടെ സഞ്ചരിക്കുകയും വിവിധ കറൻസികൾ ഉപയോഗിക്കുകയും വിവിധ ഭാഷകളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. എന്താണ് ഈ അന്താരാഷ്ട്ര ടൂറിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾ ഇപ്പം നമ്മളെ ഇന്ത്യയിലല്ലാത്ത ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെന്ത് ചെയ്യുക? അവർ വിവിധ കറൻസികൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ ആശയവിനിമയമൊക്കെ നടത്തുകയൊക്കെയാണല്ലേ ചെയ്യാം. വലിയ രാജ്യങ്ങൾക്ക് കൂടുതൽ ആകർഷണങ്ങളുണ്ട്. ദൈർഘ്യമേറിയ യാത്രകൾ ആവശ്യമാണ്. നെതർലാൻഡ്സ്, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ ചെറിയ രാജ്യങ്ങൾക്ക് അയൽ രാജ്യങ്ങളിലേക്കുള്ള കടക്കാനുള്ള ദൂരം വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രാജ്യങ്ങളിലേക്കൊക്കെ അവിടെ നല്ല ആകർഷണീയതയുണ്ട്. അപ്പോൾ അവിടെ ദൈർഘ്യം കൂടുതലായിരിക്കും അവിടേക്ക് എത്താൻ. പക്ഷെ നമ്മൾ നെതർലാൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ ഇതൊക്കെ ചെറിയ നമ്മുടെ അയൽ രാജ്യങ്ങളാണല്ലേ. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനുള്ള ദൂരം വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ ടൂറിസം. ഇനി അടുത്തതാണ് ഡൊമസ്റ്റിക് ടൂറിസം, അതായത് ആഭ്യന്തര ടൂറിസം. പാസ്പോർട്ടുകളോ വിസകളോ കറൻസി പരിവർത്തനങ്ങളോ ആവശ്യമില്ലാതെ സ്വന്തം രാജ്യത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നതിനെയാണ് ആഭ്യന്തര ടൂറിസം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു രാജ്യത്തേക്ക് പോകണം. അപ്പം നമുക്ക് പാസ്പോർട്ട് വേണം, വിസ വേണം, അതുപോലെ തന്നെ വിവിധ കറൻസികൾ ഉപയോഗിക്കണം, വിവിധ ഭാഷകൾ ഉപയോഗിക്കണം. അങ്ങനത്തെയാണ് ഇൻ്റർനാഷണൽ ടൂറിസം. പക്ഷേ ഡൊമസ്റ്റിക് ടൂറിസം അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ട അല്ലേ, അങ്ങനെ ഒന്നുമില്ലാതെ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ യാത്ര ചെയ്യുന്നതിനെയാണ് ആഭ്യന്തര ടൂറിസം എന്ന് പറയുന്നത്. ജീവിത നിലവാരം ഉയരുന്ന ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഇതിൻ്റെ വളർച്ച കൂടുതൽ ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര യാത്രകൾ കൂടുതൽ ആക്സസ് ചെയ്യപ്പെടുമ്പോൾ ഈ 2 തരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മങ്ങുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നത് ഈ വ്യത്യാസം കുറയ്ക്കാൻ സഹായിച്ചേക്കാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യാത്ര മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എളുപ്പമായി കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലുള്ള യാത്ര പൊതുവെ തടസ്സങ്ങളില്ലാതെയാണ്. ഇനി വിദൂര വിനോദസഞ്ചാരത്തെ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഇൻ്റർനാഷണൽ ടൂറിസം, രണ്ടാമത്തെ ഡൊമസ്റ്റിക് ടൂറിസം, ഇനി മൂന്നാമത്തേതാണ് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം. ഈ വിദൂര
ലോങ് ഡിസ്റ്റൻസ് ടൂറിസം ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം, ഇങ്ങനെ അതായത് ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്നാമത്താണ് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, രണ്ടാമത്തത് ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ടൂറിസത്തെ അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറയുന്നത് ദീർഘദൂര ടൂറിസം, 3000 കിലോമീറ്ററിലധികം ദൂരം വരുന്ന യാത്രകളാണ് ദീർഘദൂര ടൂറിസം. അടുത്തത് ഹ്രസ്വ ദൂര വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിൽ താഴെ ദൂരമുള്ള യാത്രകളാണ്. ടൂറിസത്തെ ഭൂമിശാസ്ത്രപരമായി പ്രാദേശികമോ ദേശീയമോ ആഗോളമോ ആയി കാണാൻ കഴിയും. ഭൂമിയുടെ ലഭ്യത, അനുയോജ്യമായ സ്ഥലങ്ങൾ, അനുകൂലമായ ചുറ്റുപാടുകൾ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് വിവിധ ദിശകളിൽ ടൂറിസ്റ്റ് പ്രവാഹം സംഭവിക്കാം. പ്രാദേശിക ദേശീയ തലങ്ങളിൽ പ്രദേശം വികസിക്കുകയും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് മാറുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരികളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് അന്താരാഷ്ട്ര ടൂറിസം ഉത്ഭവിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വിഭവങ്ങൾ, ഒഴിവു സമയങ്ങൾ, അന്തർദേശീയ യാത്രാ ആഗ്രഹം എന്നിവ കാരണം വിനോദസഞ്ചാരികൾ ഉത്ഭവിക്കുന്ന പ്രദേശങ്ങളോ രാജ്യങ്ങളോ ആണ് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് ഏരിയകൾ. അതായത് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് ഏരിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഭവങ്ങൾ, ഒഴിവ് സമയങ്ങൾ, അന്തർദേശീയ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം, ഇതൊക്കെ കാരണം വിനോദസഞ്ചാരികൾ ഉത്ഭവിക്കുന്ന, അതായത് വിനോദസഞ്ചാരികൾ പുറപ്പെടുന്ന ആ ഒരു കേന്ദ്രത്തെയാണ് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് ഏരിയകൾ എന്ന് പറയുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരം, പര്യവേഷണം, സാംസ്കാരിക അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശ്രമം എന്നിവയുടെ സ്ഥലങ്ങളാണ്. പലപ്പോഴും ചരിത്രപരമായ സ്ഥലങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആധുനിക വിനോദ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള ആകർഷണങ്ങളാൽ സന്ദർശകരെ ആകർഷിക്കുന്നു. പാരീസ്, റോം, ബാലി എന്നിവ സാംസ്കാരിക പൈതൃകത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും സ്ഥാപിതമായ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾക്കും പേരുകേട്ടതാണ്. വിനോദസഞ്ചാരികളെ സൃഷ്ടിക്കുന്ന ഈ പ്രദേശങ്ങളിൽ നിന്ന് ടൂറിസത്തിൻ്റെ ഒഴുക്ക് ആരംഭിക്കുകയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് അന്താരാഷ്ട്ര ടൂറിസം വ്യവസായത്തിൻ്റെ പ്രധാന ചലനാത്മകതയായി മാറുന്നു. ഉയർന്ന ജീവിത നിലവാരമുള്ള ഈ സാമ്പത്തികമായി നന്നായി വികസിപ്പിച്ച പ്രദേശങ്ങൾ യാത്ര താങ്ങാൻ താമസക്കാരെ പ്രാപ്തരാക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളാണ്. രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ട്രാൻസിറ്റ് റൂട്ടുകൾ ടൂറിസ്റ്റ് ട്രാഫിക്കിൻ്റെ വലുപ്പത്തെയും ദിശയെയും സ്വാധീനിക്കുന്നു. ആഗോളതലത്തിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്കിൻ്റെ പ്രധാന ദിശ നിർണ്ണയിക്കുന്നത് ഉത്ഭവവും ലക്ഷ്യസ്ഥാന പ്രദേശങ്ങളും ലൊക്കേഷനുകളുമാണ്. കൂടുതൽ തരത്തിലുള്ള ടൂറിസവും അതിൻ്റെ സവിശേഷതകളും നമുക്ക് ചുവടെ നോക്കാമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ടൈപ്സ് ഓഫ് ടൂറിസമാണ് പഠിച്ചത്. 4 ടൈപ്സ് ഓഫ് ടൂറിസം ഉണ്ട്. ഇൻ്റർനാഷണലും ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം. അതായത് അത് നമ്മളെ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് ഡൊമസ്റ്റിക്. നമ്മൾ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ. പിന്നെ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ഇനി നമ്മൾ കൂടുതലായിട്ടുള്ള വിനോദസഞ്ചാരത്തിൻ്റെ ടൈപ്സ് നമ്മൾ പഠിക്കുകയാണ്. അത് കുറച്ച് തോനെ തന്നെ ഉണ്ട്. അതൊരു 8 ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അതിൽ ഒന്നാമത്തേതാണ് വിനോദസഞ്ചാരം. വിനോദസഞ്ചാരം എന്നും ലെഷർ ടൂറിസം, അതിന് ലെഷർ ടൂറിസം എന്നും പറയും. അതുപോലെ തന്നെ വിനോദസഞ്ചാരം എന്നും പറയും. ലെഷർ ടൂറിസം? വിശ്രമത്തിനും വിനോദത്തിനും ആസ്വാദനത്തിനുമുള്ള യാത്രയെ സൂചിപ്പിക്കുന്നതാണ് ലെഷർ ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാരം. അതായത് വിശ്രമം, വിനോദം, ആസ്വാദനം ഇവയാണ് സൂചിപ്പിക്കുന്നതാണ് വിനോദസഞ്ചാരം. അതിൽ പതിവായിട്ട് ബീച്ച്,
ക്രൂയിസുകൾ, സിറ്റി ബ്രേക്കുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവിടെ നമ്മൾ ഒരു ചരിത്രം പഠിക്കാനോ ഒന്നുമല്ല പോകുന്നത്. എന്താ നമുക്കൊന്ന് വിശ്രമിക്കാനും നമുക്കൊന്ന് വിനോദത്തിനൊക്കെയാണ്, ആസ്വാദനത്തിനൊക്കെയാണ് പോകുന്നത്. മാലദ്വീപ്, പാരീസ്, ഡിസ്നിലാൻഡ് എന്നിവയാണ് ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങൾ. അതൊക്കെയാണ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഊട്ടി, നൈനിറ്റാൾ, മഹാബലേശ്വർ, കുളു, മണാലി എന്നിവ ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകളാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിലുള്ള ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്, ഊട്ടി, നൈനിറ്റാൾ, മഹാബലേശ്വർ, കുളു, മണാലി എന്നിവയാണ് നമ്മുടെ ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകൾ. ഗോവ, കേരളം, മഹാരാഷ്ട്ര, ചെന്നൈ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്തിന് മനോഹരമായ ബീച്ചുകളും ഉണ്ട്. നമ്മളെ കേരളത്തിലും ഗോവയിലും മഹാരാഷ്ട്രയിലും ചെന്നൈയിലൊക്കെ എന്തുണ്ട്? നല്ല ബീച്ചുകളുണ്ട്. കിഴക്കും പടിഞ്ഞാറ് തീരങ്ങൾ സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നു. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വിനോദസഞ്ചാരം അതിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ വിനോദസഞ്ചാരങ്ങൾ കൂടുമ്പോൾ നമ്മളെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കും. അപ്പം അതിന് മേന്മയില്ല. അതുപോലെ തന്നെ മറുവശത്ത് പാരിസ്ഥിതിക തകർച്ച പ്രാദേശിക സംസ്കാരത്തിൻ്റെ നഷ്ടത്തിനും ഉയർന്ന ജീവിത ചെലവുകൾക്കും കാരണമാകുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. എന്തൊക്കെ? പാരിസ്ഥിതിക തകർച്ച, അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിലെ സംസ്കാരത്തിൻ്റെ നഷ്ടം, ഉയർന്ന ജീവിത ചിലവ്, ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചിത്രങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് കുളു, രണ്ടാമത്തെ ചിത്രം മണാലി, മൂന്നാമത്തെ ചിത്രം ഊട്ടി. അപ്പോൾ ഇതൊക്കെയാണ് വിനോദസഞ്ചാരത്തിന് പേര് കേട്ടത്. അപ്പോൾ ലെഷർ ടൂറിസം എന്തിനുള്ളതാണ്? നമുക്ക് വിശ്രമത്തിനും വിനോദത്തിനും അതുപോലെ തന്നെ ആസ്വാദനത്തിനൊക്കെ ഉള്ള ടൂറിസത്തിന് പറയുന്ന പേരാണ് വിനോദസഞ്ചാരം അല്ലെങ്കിൽ ലെഷർ ടൂറിസത്തിൽ പ്രധാനമായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് മാലദ്വീപ്സ്, പാരീസ്, ഡിസ്നിലാൻഡ് ഇങ്ങനെയൊക്കെയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലുള്ള ഷിംല, ഡാർജിലിംഗ്, ഊട്ടി, നൈനിറ്റാൾ, മഹാബലേശ്വർ, കുളു, മണാലി ഇതൊക്കെ നമ്മളെ ഹിൽ സ്റ്റേഷനുകളാണ്. അതോടൊപ്പം തന്നെ ഗോവ, കേരള, മഹാരാഷ്ട്ര, ചെന്നൈ ഇവിടെയൊക്കെയുള്ള ബീച്ചുകളും അതിനൊക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ ടൂറിസം എന്നത് ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരം, അതായത് ജീവിതശൈലി, ചരിത്രം, കല, വാസ്തുവിദ്യ, മതം, മറ്റ് വശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തരം ടൂറിസം. അതായത് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടുത്തെ കല, അവിടുത്തെ വാസ്തുവിദ്യ, അവിടുത്തെ ചരിത്രം, മതം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൂറിസമാണ് കൾച്ചറൽ ടൂറിസം. പ്രത്യേകിച്ച് ഇത് നഗര വിനോദസഞ്ചാരത്തെയാണ് ഉൾക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് മ്യൂസിയം, തിയേറ്ററുകൾ പോലുള്ള സാംസ്കാരിക സൗകര്യങ്ങളുള്ള ചരിത്ര നഗരങ്ങളിൽ തദ്ദേശീയ സാംസ്കാരിക പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ജീവിത രീതികളും ഉയർത്തിക്കാട്ടുന്ന ഗ്രാമീണ ടൂറിസം ഒക്കെ ഈ ഒരു കൾച്ചറൽ ടൂറിസത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അതായത് മ്യൂസിയം അല്ലേ, അതുപോലെ തന്നെ തിയേറ്ററുകളൊക്കെ പോലുള്ള അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഗ്രാമീണ ടൂറിസങ്ങൾ ഇതൊക്കെ കൾച്ചറൽ ടൂറിസത്തിന് ഉദാഹരണമാണ്. വ്യാവസായിക ക്രിയേറ്റീവ് ടൂറിസം പോലുള്ള സ്പെഷ്യലൈസേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിർമ്മാണ പ്രക്രിയകൾ, ഫാക്ടറികൾ അല്ലെങ്കിൽ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ ക്രിയേറ്റീവ് ടൂറിസം. മറുവശത്ത് മൺപാത്ര നിർമ്മാണം, പെയിൻറ്റിംഗ്, പാചകം തുടങ്ങിയ കലാപരമായ അല്ലെങ്കിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കുന്ന പ്രവർത്തന വ്യവസായങ്ങളിലേക്കോ വ്യാവസായിക പൈതൃക സൈറ്റുകളിലേക്കോ ഉള്ള സന്ദർശനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, അതിന് പുറമെ ഫാക്ടറി, അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, മൺപാത്ര നിർമ്മാണം, പെയിൻറ്റിങ്, പാചകം ഇതുപോലെയുള്ള കലാപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇത്തരത്തിലുള്ള കൾച്ചറൽ ടൂറിസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പറയുന്നത്.
ആഗ്ര കോട്ട, അജന്ത ഗുഹകൾ, സാഞ്ചിയിലെ ബുദ്ധസ്മാരകം, ചമ്പാനർ പാവഗഡ് പുരാവസ്തു പാർക്ക്, ഛത്രപതി ശിവജി ടെർമിനസ്, പള്ളികൾ, എലിഫൻ്റ്, അജന്ത എല്ലോറ ഗുഹകൾ, ഫത്തേപൂർ സിക്രി, ചോള ക്ഷേത്രങ്ങൾ, ഹംപി, മഹാബലി, ഖബോഡി ക്ഷേത്രങ്ങൾ തുടങ്ങിയ നിരവധി ആകർഷണങ്ങൾ ഇന്ത്യയിലുണ്ട്. ക്ഷേത്രങ്ങൾ, മൗണ്ടൻ റെയിൽവേ, കുത്തബ് മീനാർ, ഭീംബൈച്കയിലെ റോക്ക് ഷെൽട്ടറുകൾ, സൺ ടെമ്പിൾ, കൊണാർക്ക്, താജ്മഹൽ, ഇതൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക ടൂറിസത്തിന് പറ്റിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, മതപരവും ആത്മീയവുമായ ടൂറിസം. അതെന്താണ്? മതപരമായ വിനോദസഞ്ചാരം എന്നത് ആത്മീയ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെയാണ് മതപരമായ ടൂറിസം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് അല്ലേ, അത് നിർവഹിക്കാൻ അതിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിനെയാണ് മതപരമായ വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. ഹിന്ദുമതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം എന്നിവയുടെ ജന്മസ്ഥലമായ ഇന്ത്യയിൽ സുവർണക്ഷേത്രം, വാരാണസി, പ്രയാഗ്, രാമേശ്വരം, ജ്യോതിർലിംഗ, റാഞ്ചി, നളന്ദ, വൈഷ്ണോദേവി, നാഥദ്വാര, വ്രജ്, മധുര, ദുർഗ ഹൗസ്, സെലിംജിസ്, ഹസ്തി, മധുര, ഗുരിബ്ന, വസ്പീർ എന്നിവയുൾപ്പെടെ നിരവധി ആകർഷണങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ മുസ്ലിംസൊക്കെ ചെയ്യുന്നുണ്ട്, ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ മതപരമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലല്ല, അത്തരം യാത്രകളാണ് മതപരമായ വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. വിമോചനവും ആശ്വാസവും കാണാൻ യോഗ, ധ്യാനം, വിപാസന തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾ വിശ്വാസത്തിലേക്കും മതത്തിലേക്കും സഞ്ചരിക്കുന്നത് ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നാലാമതാണ് വന്യജീവി ടൂറിസം. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് ടൂറിസം നയത്തിന് കീഴിൽ വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നു. അതിനാൽ സന്ദർശകർക്ക് വന്യമൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ മാത്രമേ കാണാൻ കഴിയൂ. സിംഹങ്ങൾ, കടുവകൾ, ആനകൾ, കാണ്ടാമൃഗങ്ങൾ, പാണ്ടകൾ, പുള്ളിപ്പുലികൾ, കാട്ടുപട്ടികൾ, കരടികൾ, മാൻ, പെരുമ്പാമ്പ്, രാജവെമ്പാല, മോണിറ്റർ പല്ലികൾ, ആമകൾ, കടൽ ജീവികളായ സ്രാവ്, ഡോൾഫിനുകൾ, കടൽ പാമ്പുകൾ, മുതലകൾ എന്നിവ രാജ്യത്തെ വന്യജീവികളിൽ ഉൾപ്പെടുന്നു. ശൈത്യകാല ദേശാടന സമയത്ത് കഴുകൻ, ഹമ്മിങ് ബേർഡ് തുടങ്ങിയ പക്ഷികൾ ഇന്ത്യ സന്ദർശിക്കുന്നു. രാജ്യത്തിൻ്റെ ഉപരിതലത്തിൻ്റെ 1.21% വരുന്ന ഇന്ത്യയിലെ 112 ദേശീയ ഉദ്യാനങ്ങളിൽ പലതും വന്യജീവി സഫാരികൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് സന്ദർശകർക്ക് മറക്കാനാകാത്ത അനുഭവം നൽകുന്നു. ഇനി അഞ്ചാമത്തതാണ് സാഹസിക ടൂറിസം അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം. പര്യവേഷണത്തിലോ യാത്രയിലോ ഉള്ള അപകട സാധ്യത, പ്രത്യേക കഴിവുകൾ, ശാരീരിക പ്രയത്നം എന്നിവ സമന്വയിപ്പിക്കുന്ന ടൂറിസത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ പര്യവേഷണത്തിലോ യാത്രയിലോ ഉള്ള അപകട സാധ്യത, അതുപോലെ തന്നെ നമുക്കുള്ള ആ ഒരു പ്രത്യേക കഴിവുകൾ, നമ്മുടെ ശാരീരിക പ്രയത്നം, ഇവയൊക്കെ സമന്വയിപ്പിക്കുന്ന ടൂറിസത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ 70%, 7000 കിലോമീറ്റർ തീരപ്രദേശം, മൊത്തം വനമേഖലയിൽ 10ാം സ്ഥാനം എന്നിവ ഉൾപ്പെടുന്ന സമൃദ്ധമായ പ്രകൃതിദത്തവും ഇക്കോ ടൂറിസം വിഭവങ്ങളുമാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ നേട്ടം. അപ്പോൾ നമ്മളെ ഇന്ത്യയിലെ ഇക്കോ ടൂറിസത്തിന് പെട്ടതാണ് നമ്മളെ ഹിമാലയത്തിൻ്റെ 70%, അതുപോലെ തന്നെ നമ്മുടെ 7000 കിലോമീറ്റർ തീരപ്രദേശം, അതുപോലെ തന്നെ നമ്മുടെ
ഇക്കോ ടൂറിസം ഇതൊക്കെ എന്താണ് നമ്മുടെ നേട്ടങ്ങളിൽ പെട്ടതാണെന്നാണ് പറയുന്നത്. യുനെസ്കോയുടെ ഏറ്റവും അംഗീകൃതമായ 6ാമത്തെ പ്രകൃതി പൈതൃക സൈറ്റുകളും ഇതിലുണ്ട്. സാഹസിക വിനോദസഞ്ചാരത്തിൽ ശാരീരിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക കൈമാറ്റം, പ്രകൃതിയുമായുള്ള ബന്ധം എന്നിവ ഉൾപ്പെടുന്നു. കഠിനവും മൃദുവായതുമായ സാഹസിക അനുഭവങ്ങളായി തിരിക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു സാഹസിക യാത്രയെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് എന്താണ്, കഠിനമായ അഡ്വഞ്ചർ അല്ലേ. രണ്ടാമത്തേത് സോഫ്റ്റ് അഡ്വഞ്ചർ. കഠിനമായതും മൃദുവായതും എന്ന് പറഞ്ഞാൽ എന്താക്കാൻ പറ്റും, രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇതിൽ ആദ്യത്താണ് എന്ത്, കഠിനമായ സാഹസിക പ്രവർത്തനങ്ങൾ. ഹാർഡ് അഡ്വഞ്ചർ ടൂറിസത്തിൽ വൈദഗ്ധ്യം, പരിശീലനം, അനുഭവം എന്നിവ ആവശ്യമായ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ വേണം, നമുക്ക് വൈദഗ്ധ്യം വേണം, പരിശീലനം വേണം, അനുഭവം വേണം അല്ലേ. ഇതൊക്കെ ആവശ്യമുള്ള എന്താണ്, ഉയർന്ന അപകട സാധ്യതകളുള്ള പ്രവർത്തനങ്ങളാണ് എന്ത്, ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികൾ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളവരുമായിരിക്കണം. അപ്പോൾ അറിവുണ്ടായിരിക്കണം, ആരോഗ്യമുണ്ടായിരിക്കണം. കൂടാതെ എന്ത് ചെയ്യണം, ഒരു വിദഗ്ധൻ്റെ മാർഗനിർദ്ദേശം ഉണ്ടായിരിക്കണം. ഉയർന്ന തരത്തിലുള്ള പർവ്വതാരോഹണം, റിവർ റാഫ്റ്റിംഗ്, സ്കൂബ ഡൈവിംഗ്, ഹാങ് ഗ്ലൈഡിംഗ്, സ്കൈ ഡൈവിംഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. സ്കൈ ഡൈവിംഗ് എന്നാണിത് ഈ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൗണ്ടനിയറിങ്, അതായത് മലകയറ്റം, ഇതൊക്കെ എന്താണ്, ഹാർഡ് അഡ്വഞ്ചർ ടൂറിസത്തിന് ഉദാഹരണമാണ്. അടുത്തതാണ് സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, മൃദുവായ സാഹസിക പ്രവർത്തനങ്ങൾ. സാഹസിക വിനോദ സഞ്ചാര പ്രവർത്തനങ്ങൾ മിതമായ അപകട സാധ്യതയാണെന്ത് ഉൾപ്പെടുന്നത്. ഇതിനെന്ത് വേണ്ട, ഒരു പ്രത്യേക കഴിവോ ഒരു അനുഭവ പരിചയമോ ഒന്നും എന്തില്ല, ഇത്തരം സാഹസിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമില്ല. വിനോദസഞ്ചാരികൾ ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, ബൈക്കിംഗ് തുടങ്ങിയ മൃദു സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നു. കാരണം അവ അപകട സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇനി 6ാമത്തേതാണ് ഇക്കോ ടൂറിസം. പ്രകൃതിദത്ത പ്രദേശങ്ങൾ, സാംസ്കാരിക പ്രകൃതി, ചരിത്രം, പരിസ്ഥിതി വ്യവസ്ഥയുടെ സമഗ്രത എന്നിവ സംരക്ഷിക്കുന്ന ഒരു പുതിയ ടൂറിസം സമീപനമാണ് ഇക്കോ ടൂറിസം. ഇത് പ്രകൃതിക്ക് സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രാദേശിക സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിഭവ സംരക്ഷണവും ഇക്കോ ടൂറിസം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ്. പരിസ്ഥിതി സുസ്ഥിരമാണ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സമൂഹത്തിന് പ്രയോജനം നൽകുകയും ചെയ്യുന്നു. വിശ്രമിക്കാൻ മാത്രമല്ല, സന്ദർശകരെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുന്ന നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണത്? ഹിമാലയൻ മേഖല, കേരളം, വടക്കുകിഴക്കൻ ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് ദ്വീപുകൾ എന്നിവ ചില ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങൾ. അതായത് ഇതൊക്കെയാണ് ആ ഒരു ജനപ്രിയ ഡെസ്റ്റിനേഷനുകളിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളത്തിലെ തെന്മല. ഇക്കോ ടൂറിസ്റ്റുകൾക്കും പ്രകൃതി പ്രേമികൾക്കും ഭക്ഷണം നൽകുന്നു. സൈലന്റ് വാലി ഇന്ത്യയിലെ കേരളത്തിലെ ഒരു പ്രാകൃത പ്രദേശം. ജൈവ വൈവിധ്യത്തിനും പാരിസ്ഥിതിക സമൃദ്ധിക്കും പേരുകേട്ടതാണ് സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിലെ അവസാനത്തെ ഉഷ്ണമേഖലാ മഴക്കാടുകളെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ മേഖലയായ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി പ്രേമികൾക്കും ഇക്കോ ടൂറിസ്റ്റുകൾക്കും ഈ പാർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. അതായത് സൈലന്റ് വാലി. ഈ ഡെസ്റ്റിനേഷനുകൾ പ്രകൃതി മാതാവിൻ്റെ പ്രാകൃതമായ അനുഭവങ്ങൾ നൽകുന്നതൊക്കെ ഇക്കോ ടൂറിസത്തിൽ വരുന്നതാണ് കേട്ടോ. അപൂർവവും വംശനാശന ഭീഷണി നേരിടുന്നതുമായ നിരവധി ജീവജാലങ്ങൾ ഉൾപ്പെടെ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. വന്യജീവി മേഖലകളും ദേശീയ ഉദ്യാനങ്ങളും സ്ഥാപിക്കുന്നത് വന്യജീവി വിഭവങ്ങളുടെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകി. ഇത് മുമ്പ് രാജാക്കന്മാരുടെ വേട്ടയാടൽ മൂലം നശിച്ചിരുന്നു. ഇന്ത്യയിൽ നിലവിൽ 80 ദേശീയ പാർക്കുകളും 441 വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിക്കുന്നതിന്
മായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് സുസ്ഥിര ടൂറിസം, അതായത് സസ്റ്റൈനബിൾ ടൂറിസം. UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷനും നിർവചിച്ചിരിക്കുന്ന സുസ്ഥിര വിനോദസഞ്ചാരം സന്ദർശകർ, വ്യവസായം, പരിസ്ഥിതി, ഹോസ്റ്റ് കമ്മ്യൂണിറ്റികൾ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുന്ന ഒരു ടൂറിസം സമീപനമാണ് സുസ്ഥിര ടൂറിസം എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മുടെ UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ നിർവചിച്ചിരിക്കുന്ന ഈ സുസ്ഥിര ടൂറിസത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സന്ദർശകർ, വ്യവസായം, പരിസ്ഥിതി, ഹോസ്റ്റ് കമ്മ്യൂണിറ്റികൾ ഇവയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതിനോടൊപ്പം തന്നെ എന്തും വേണം, നമ്മുടെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങളോട് എന്ത് ചെയ്യണം, കണക്കിലെടുക്കണം. അങ്ങനത്തെ ടൂറിസമാണ് സുസ്ഥിര ടൂറിസം. UNWTOയുടെ മാർഗനിർദ്ദേശങ്ങളും മാനേജ്മെൻറ്റ് രീതികളും എല്ലാത്തരം വിനോദസഞ്ചാരത്തിനും ബാധകമാണ്. ബഹുജന വിനോദസഞ്ചാരം സുസ്ഥിരതാ തത്വങ്ങൾ, പരിസ്ഥിതി, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പരിഗണനകൾ ഊന്നിപ്പറയുന്നു. ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കാൻ ഒരു സന്തുലിതാവസ്ഥ ആവശ്യമാണ്. സുസ്ഥിര വിനോദസഞ്ചാരം പരിസ്ഥിതി വിഭവങ്ങൾ പരമാവധിയാക്കുകയും പ്രകൃതി പൈതൃകവും ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും ആതിഥേയ സമൂഹങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ആധികാരികതയെ മാനിക്കുകയും ദീർഘകാല സാമ്പത്തിക ലാഭം ഉറപ്പാക്കുകയും വേണം. അത് അവരുടെ കെട്ടിപ്പടുത്തതും ജീവിക്കുന്നതുമായ സാംസ്കാരിക പൈതൃകത്തെ മാനിക്കുകയും സാംസ്കാരിക ധാരണയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരമായ തൊഴിൽ, വരുമാനം, സാമൂഹിക സേവനങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക ആനുകൂല്യങ്ങൾ തുല്യമായി വിതരണം ഉറപ്പാക്കുകയും വേണം. ഈ സമീപനം സുസ്ഥിര ടൂറിസവും മൊത്തത്തിലുള്ള വികസനവും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വിനോദസഞ്ചാരം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതിലെന്താണ്, നമ്മളെ പരിസ്ഥിതി വിഭവങ്ങൾ പരമാവധിയാക്കണം, പ്രകൃതി പൈതൃകവും നമ്മളെ ജൈവ വൈവിധ്യമൊക്കെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആതിഥേയ സമൂഹങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും ആധികാരികതയൊക്കെ മാനിക്കണം. അതുപോലെ തന്നെ നമ്മൾ ദീർഘകാലത്തിലുള്ള സാമ്പത്തിക ലാഭം ഉറപ്പാക്കണം അല്ലേ. അതിലൂടെ എന്ത് ചെയ്യണം, നമ്മുടെ സാമൂഹികവും സാംസ്കാരിക പൈതൃകത്തെ മാനിച്ച് സാംസ്കാരിക ധാരണ, സഹിഷ്ണുത ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ സുസ്ഥിരമായ തൊഴിൽ, വരുമാനം, സാമൂഹിക സേവനങ്ങൾ ഇതൊക്കെ ഉറപ്പാക്കി എല്ലാ വശവും ചിന്തിച്ചു കൊണ്ടുള്ള ഒരു ടൂറിസത്തെയാണ് നമ്മൾ എന്ത് പറയുക, സുസ്ഥിര ടൂറിസം എന്ന് പറയുന്നത്. സുസ്ഥിര വിനോദസഞ്ചാര വികസനത്തിന് സമവായം കൈവരിക്കുന്നതിന് വിവരമുള്ള പങ്കാളികളുടെ പങ്കാളിത്തവും ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ആവശ്യമാണ്. ആഘാതങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ നടപ്പാക്കുന്നതിനും ഉയർന്ന ടൂറിസ്റ്റ് സംതൃപ്തി ഉറപ്പാക്കുന്നതിനും ആവശ്യമായ ഒരു തുടർച്ചയായ പ്രക്രിയയാണിത്. ഇത് സുസ്ഥിരതയെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും സുസ്ഥിര ടൂറിസം പരിശീലിപ്പിക്കാൻ വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ അർത്ഥവത്തായ അനുഭവവും സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് സുസ്ഥിര വിനോദസഞ്ചാരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ടൈപ്പാണ് മെഡിക്കൽ ടൂറിസം. വൈദ്യപരിചരണത്തിനായി സ്വന്തം രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നത് മെഡിക്കൽ ടൂറിസത്തിൽ പെടുന്നു. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തിലല്ലാതെ നമ്മുടെ രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ആരോഗ്യം അല്ലെങ്കിൽ ശസ്ത്രക്രിയ ടൂറിസം എന്നും അറിയപ്പെടുന്നു. അല്ലെ ഇതിനെന്ത് ചെയ്യും, ആരോഗ്യ ടൂറിസം എന്നോ അല്ലെ ശസ്ത്രക്രിയ ടൂറിസം എന്നൊക്കെ അറിയപ്പെടുന്നു. രോഗികൾ പലപ്പോഴും ചിലവ് കുറഞ്ഞ നടപടിക്രമങ്ങൾ തിരഞ്ഞെടുക്കുന്നു.
വെയിറ്റിംഗ് ലിസ്റ്റുകളോ നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനങ്ങളിലോ ഇല്ലാത്ത മറ്റ് രാജ്യങ്ങൾ. ഇന്ത്യ ഒരു ദശാബ്ദത്തിലേറെയായി മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ജനപ്രിയ കേന്ദ്രമാണ്. 2019 ഏകദേശം 6,97,453 വിദേശ വിനോദസഞ്ചാരികൾ സന്ദർശിച്ചു ഈ ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. മത്സരാധിഷ്ഠിത വില നിർണ്ണയം, ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ചികിത്സകൾ, കുറഞ്ഞ ജീവിത ചെലവ് എന്നിവ കാരണം ഇന്ത്യയുടെ മെഡിക്കൽ ടൂറിസം വ്യവസായം ജനപ്രീതിയിൽ വളരുകയാണ്. 2020ഓടെ ഈ മേഖലയുടെ മൂല്യം 59 ബില്യൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോള വിപണി വിഹിതത്തിൻ്റെ 20% വരും. 2002 ദേശീയ ആരോഗ്യ നയം ടൂറിസം മന്ത്രാലയത്തിൻ്റെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ എന്നിവ പോലുള്ള പൊതുനയത്തിലൂടെ സർക്കാർ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട്. മെഡിക്കൽ വിസ അപേക്ഷാ പ്രക്രിയ ലളിതമാക്കി ഈ വിസകൾ കൂടുതൽ എളുപ്പമാക്കുന്നു. അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ രോഗികളെ ആകർഷിക്കുന്നതിനുമായി മികച്ച ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ സ്കീമുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചരിത്രപരമായ ടൂറിസവും സമ്പദ് വ്യവസ്ഥയും ആഘാതവും. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസം കൊണ്ടുള്ള നമ്മുടെ എക്കണോമി അല്ലേ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ഇമ്പാക്റ്റും ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതുകൂടി ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് അവസാനിക്കും. ടൂറിസം സംസ്ഥാനത്തെ സാമ്പത്തിക വികസനത്തിൻ്റെ വിജയകരമായ ചാലകമാണ് അല്ലേ. ടൂറിസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സംസ്ഥാനമൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒരുപാട് ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഗതാഗതം, താമസം, ഭക്ഷണം, ടിക്കറ്റിംഗ്, ഗൈഡിംഗ്, ബോട്ടിംഗ്, റാഫ്റ്റിംഗ്, ട്രെക്കിംഗ്, സൈറ്റ് മെയിൻ്റനൻസ് തുടങ്ങി വിവിധ സേവനങ്ങളിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു സാമ്പത്തിക മേഖലയാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു വിനോദസഞ്ചാര ടൂറിസം മേഖല എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ധാരാളം തൊഴിലുകൾ ലഭിക്കുന്ന ഒരു മേഖലയാണ് എന്നാണ് പറയുന്നത്. പണമടക്കുന്ന അതിഥികൾക്ക് ഹോസ്റ്റ് ഈ സേവനങ്ങൾ നൽകുന്നു. അപ്പോൾ ഒരു അതിഥി വന്ന്, അതായത് ഒരു വിനോദസഞ്ചാരി വന്ന് പണം എടുക്കുമ്പോൾ ഒരു ഹോസ്റ്റാണ് ചെയ്യുന്നത്, അവർക്ക് ഈ സേവനങ്ങളൊക്കെ നൽകുന്നത്. ഇത് ഉത്ഭവത്തിനും ലക്ഷ്യസ്ഥാന കമ്മ്യൂണിറ്റികൾക്കും കാര്യമായ നേട്ടങ്ങൾ നൽകുന്നു. അപ്പോൾ ഇതെന്താണ്? ജനറേറ്റിംഗ്, അതായത് ഉത്ഭവങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഡെസ്റ്റിനേഷൻ കമ്മ്യൂണിറ്റികൾക്കൊക്കെ കാര്യമായ നേട്ടങ്ങൾ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വികസനം ടൂറിസ്റ്റ് സഞ്ചാര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വിദേശ നാണ്യം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഒരു രാജ്യത്തിൻ്റെ വ്യാപാര സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് ഉപജീവന മാർഗം നേടാനും അവരുടെ കുടുംബത്തിന് ജീവിക്കാനും അവസരമൊരുക്കുന്നു. എന്നിരുന്നാലും ടൂറിസത്തിന് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. സമ്പദ് വ്യവസ്ഥയുമായുള്ള ശക്തമായ മുന്നോട്ടും പിന്നോട്ടുമുള്ള ബന്ധം കാരണം ടൂറിസം ഒരു പ്രധാന സാമ്പത്തിക ചാലകമാണ്. ഇന്ത്യ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനങ്ങൾ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ പ്രത്യേകിച്ച് ശക്തമാണെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ദാരിദ്ര്യം കുറക്കൽ എന്നിങ്ങനെയുള്ള വിശാലമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും കണ്ടെത്തി. അപ്പോൾ ഇതുപോലെ ഈ ടൂറിസം എന്താണ്? തൊഴിലവസരങ്ങൾ നൽകുന്നു, ദാരിദ്ര്യം കുറക്കുന്നു, അതുപോലെ തന്നെ വിശാലമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകുന്നു എന്നൊക്കെ പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കണക്കാക്കുന്നത് പ്രധാന ടൂറിസം വ്യവസായത്തിലെ ഒരു ജോലി വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏകദേശം 1.5 അധിക ജോലികൾ സൃഷ്ടിക്കുന്നു എന്നതാണ്. സുസ്ഥിര വികസനത്തിനുള്ള സംഭാവനകൾക്കായി ടൂറിസവും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ 2012 റിപ്പോർട്ട്
GDP, തൊഴിൽ, കയറ്റുമതി, വളർച്ചാ പ്രവണതകൾ, പരോക്ഷമായ നേട്ടങ്ങൾ, ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലെ വ്യാപകമായ വിതരണം, അടിസ്ഥാന സൗകര്യ നിക്ഷേപം, നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്നും വിപണന ശ്രമങ്ങളിൽ നിന്നുമുള്ള ശക്തമായ സാമ്പത്തിക വരുമാനം എന്നിവയിൽ വ്യവസായത്തിൻ്റെ ഗണ്യമായ സംഭാവനയ്ക്ക് ഊന്നൽ നൽകുന്നു. വികസ്വര രാജ്യങ്ങളിൽ വിദേശ നാണ്യം സൃഷ്ടിക്കാനും മൂലധനവും വിജ്ഞാന കൈമാറ്റവും സുഗമമാക്കാനും പേയ്മെൻറ്റ് ബാലൻസിലേക്കും മാക്രോ ഇക്കണോമിക് സ്ഥിരതയിലേക്കും സംഭാവന ചെയ്യാനുമുള്ള കഴിവ് കാരണം അന്താരാഷ്ട്ര ടൂറിസവും സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ആഭ്യന്തര ടൂറിസവും അന്താരാഷ്ട്ര ടൂറിസമൊക്കെ എന്താണ്? നമ്മുടെ സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഇമ്പാക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. ആതിഥേയ രാജ്യങ്ങളിലെ വരുമാനം, വിദേശ കറൻസി, തദ്ദേശവാസികളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നു. ടൂറിസം, തൊഴിൽ, ബിസിനസ്, പ്രവേശന ഫീസ്, ടോൾ ടാക്സ് എന്നിവയിലൂടെ സർക്കാരുകൾ വരുമാനം ശേഖരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ആതിഥേയ രാജ്യങ്ങളിലെ വരുമാനം, അതുപോലെ തന്നെ വിദേശ കറൻസി, തദ്ദേശവാസികളുടെ സാമ്പത്തിക നില, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൂറിസം, തൊഴിൽ, ബിസിനസ്, പ്രവേശന ഫീസ്, ടോൾ ടാക്സ് എന്നിവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വരുമാനം ശേഖരിക്കാൻ പറ്റും. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ സർക്കാരിന് ഗുണം ചെയ്യും. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള തീരുവ എന്ത് ചെയ്യും? സർക്കാരിന് ഗുണം ചെയ്യും. വരുമാനം, ടൂറിസം, പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വിനോദസഞ്ചാരികൾക്കും താമസക്കാർക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുന്നു. ഇത് അനൗപചാരിക മേഖലയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുകയും തദ്ദേശവാസികൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രാവൽ ഏജൻസികൾ, താമസം, എയർലൈനുകൾ, റീറ്റെയിൽ, നിർമ്മാണം, ഉൽപ്പാദനം, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലെ ജോലികൾ സമ്പദ് വ്യവസ്ഥയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവും പ്രേരിതവുമായ പ്രത്യാഘാതങ്ങളിലൂടെ മൊത്തത്തിലുള്ള തൊഴിലവസരങ്ങൾക്ക് ടൂറിസം സംഭാവന നൽകുന്നു. ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോളർ വരുമാനവും ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ആഗോള സാമ്പത്തിക ചാലകമാണ് ടൂറിസം. വികസ്വര രാജ്യങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമായും വികസനത്തിനുള്ള ഏക ഉപകരണമായും ഇത് പലപ്പോഴും കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകാം. ആതിഥേയ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് കുറച്ച് വികസിത രാജ്യങ്ങൾ, ലോവർ ഡെവലപ്മെൻറ്റ് കൺട്രീസ് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ടൂറിസം എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിലവാരം കുറഞ്ഞ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഊന്നൽ നൽകുന്നതും പോലുള്ള മറഞ്ഞിരിക്കുന്ന ചിലവുകൾ വികസിത രാജ്യങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്നു. എല്ലാം ഉൾക്കൊള്ളുന്ന പാക്കേജ് ടൂറുകൾ പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഇടയ്ക്കിടെ ചെറിയ ഇടം നൽകുന്നു, അല്ലെങ്കിൽ തൊഴിലാളികൾ സംസ്ഥാന സേവനങ്ങൾക്കും ചരക്കുകൾക്കുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ടൂറിസത്തിൻ്റെ വളർച്ച സേവനങ്ങളുടെയും ഭൂമിയുടെയും മൂല്യം ഉയർത്തുന്നു. ഇത് പ്രദേശവാസികൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രയാസമാക്കുന്നു. കാലാനുസൃതവും കഠിനമായ കാലാവസ്ഥയും ടൂറിസം പിന്തുണയെ തടസ്സപ്പെടുത്തുന്നു. ഇത് പ്രദേശവാസികളെ അവരുടെ ഉപജീവനത്തെക്കുറിച്ച് അരക്ഷിതരാക്കുന്നു. കൂടാതെ വിമാനത്താവളങ്ങൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ, മറ്റ് ടൂറിസം പദ്ധതികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ആതിഥേയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലും ലക്ഷ്യസ്ഥാന രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിലും വിനോദസഞ്ചാരത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ ഈ ഘടകങ്ങൾ സംഭാവന ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ ഒരു അനുഭവ ബോധ്യത്തിൽ നിന്ന് എഴുതുക. അതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന് ടെക്സ്റ്റിന് ബേക്കിലുള്ള നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ യൂണിറ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തെ
ചോദ്യം ടൂറിസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വിനോദത്തിനും വിശ്രമത്തിനും ഉല്ലാസത്തിനുമായി വീട്ടിൽ നിന്ന് മാറി സമയം ചിലവഴിക്കുക എന്നതാണ് ടൂറിസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ആഭ്യന്തര ടൂറിസം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചത്. പാസ്പോർട്ടുകളുടെയും കറൻസി പരിവർത്തനത്തിൻ്റെയും ആവശ്യകത. ഇൻ്റർനാഷണൽ ടൂറിസത്തിൽ പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഒരു രാജ്യത്തുള്ള കറൻസി എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ കറൻസി എന്ത് ചെയ്യേണ്ടി വരും, പരിവർത്തനം ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസത്തിൽ അല്ലെ ആഭ്യന്തര ടൂറിസത്തിൽ എന്തില്ല, അത് നമുക്ക് പാസ്പോർട്ട് വേണ്ട, കറൻസി ഒന്നും എന്ത് ചെയ്യേണ്ട, മാറ്റണ്ട. മൂന്നാമത്തെ ചോദ്യം ആധുനിക ടൂറിസത്തിൻ്റെ ഉത്ഭവം അടയാളപ്പെടുത്തിയ ചരിത്ര കാലഘട്ടം എന്താണ്? പടിഞ്ഞാറൻ യൂറോപ്പിലെ 17-ാം നൂറ്റാണ്ടാണ് അല്ലേ. 4 സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രധാന ശ്രദ്ധ എന്താണെന്നാണ് ചോദിച്ചത്. ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരം, ചരിത്രം, കല എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രധാന ശ്രദ്ധ. 5 ഏത് തരത്തിലുള്ള ടൂറിസമാണ് മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്? പേരിൽ തന്നെ എന്തുണ്ട്, മതപരവും ആത്മീയവുമായ ടൂറിസം. 6ാമത്തെ ചോദ്യം ഇക്കോ ടൂറിസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പ്രകൃതി പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങൾക്ക് പ്രയോജനം ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ടൂറിസത്തിൻ്റെ പ്രധാന സാമ്പത്തിക ആഘാതം എന്താണ്? വർദ്ധിച്ച തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും. 8 മൃദുവായ സാഹസിക പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതുക. കാൽനടയാത്രയും ബൈക്കിങ്ങും അല്ലേ. 9 പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ടൂറിസത്തിൻ്റെ പ്രധാന പ്രതികൂല സ്വാധീനം എന്താണ്? പ്രാദേശിക സേവനങ്ങൾക്കും ചരക്കുകൾക്കുമുള്ള വർദ്ധിച്ചു വരുന്ന ചിലവുകൾ. പ്രകൃതി സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ടൂറിസത്തിൻ്റെ പദം എന്താണ്? ഇക്കോ ടൂറിസം. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.